ഇപ്പൊ വകുപ്പിന്റെ സമീപനം അത് കർഷക വിരുദ്ധമെന്ന് പറയുന്നുണ്ടോ? ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് ഇനി നേതൃത്വം നൽകും? നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയതാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളോടാണ് ഞങ്ങൾ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ, തിരഞ്ഞെടുപ്പിൽ അപ്രകാരമുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തും. കർഷക പക്ഷത്ത് നിന്ന് സംസാരിക്കുക മാത്രമല്ല, കർഷകനോട് അനുഭാവം പുലർത്തുന്ന രീതിയിൽ പ്രതികരിക്കുന്നവരോട് മാത്രമേ കർഷകരുടെ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൽ അനുഭാവപൂർവമായ സമീപനം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും ജീവൻ അപകടത്തിലാകുന്ന ഒരു ജനത അത് പ്രതിഷേധിക്കാൻ കിട്ടുന്ന അവൻ്റെ ഏക അവസരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ കർഷക ദ്രോഹപരമായ വിഷയങ്ങൾ ന്യായമായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. വനം മന്ത്രിയുടെ നിലപാടിനെ വ്യക്തിപരമായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. മന്ത്രി എന്നൊരാളുടെ വ്യക്തിപരമായ വിഷയവുമായിട്ടല്ല ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. വനം വകുപ്പും അതിന് ബന്ധപ്പെട്ട നിയമങ്ങളും കർഷക വിരുദ്ധമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. സർക്കാർ കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരം കാണും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം. അങ്ങനെ കാണാൻ അവർക്ക് കഴിയണമല്ലോ. അതാണല്ലോ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുക. കുറേയൊക്കെ സർക്കാർ ഈ വിഷയത്തിൽ അനുഭാവപൂർവമായ നിലപാടെടുത്തു എന്നുള്ളത് ഞങ്ങളുടെ പ്രതീക്ഷയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ആറളം ഫാമിൽ 12ഓളം ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ ഇവിടുത്തെ മനുഷ്യർ സമരരംഗത്തേക്ക് വന്നിരുന്നു. അതിനുത്തരമെന്നോണം 22 കിലോമീറ്റർ ആനമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പോസിറ്റീവായൊരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയും സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നതാണ് ആ നാളുകളിൽ. സമാനമായി ഈ ഇത്രയും മനുഷ്യജീവൻ പൊലിഞ്ഞാലേ സർക്കാർ ഇടപെടുകയുള്ളൂ എന്നുള്ള ആ നിലപാടാണ് തിരുത്തേണ്ടത് എന്ന് ഞങ്ങൾ വിചാരിക്കും. തീർച്ചയായും വനം ആത്യന്തികമായി വന നിയമങ്ങൾ, വന്യജീവി സംരക്ഷണ നിയമങ്ങളൊക്കെയും ഭേദഗതി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് നമുക്കറിയാം. അത് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള വിഷയം. തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണമാണ് കേട്ടത്.